ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ കട്ട്ലറ്റ്. സിമ്പിളായിട്ടൊരു ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവല്ലേ. ഇവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം. അത് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് 2 ചെറുതാണ്, വലുതാണെങ്കിൽ മൊത്തം 3 എടുത്താൽ മതി. അതൊന്ന് നന്നായി പുഴുങ്ങി പൊടിച്ച് എടുക്കാം. ചിക്കൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി പൊടിച്ച് എടുക്കാം. അടുത്തതായി ഇതിലോട്ട് വേണ്ടത് ഒരു വലിയ സവാളയാണ്. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്. ഇതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലോട്ട് പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചോപ്പ് ചെയ്ത പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് പൊടിച്ച് വെച്ചാണ് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് പുഴുങ്ങി ഒടിച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഉള്ളിലോട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്ങിനുള്ള സംഭവമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി കട്ട്ലറ്റ് ഡിപ്പ് ചെയ്യാനുള്ള മുട്ട മിക്സ് സെറ്റ് ചെയ്തെടുക്കാം. അതിനാണ് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. സ്പൂണോ വിസ്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം.
അടുത്ത് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ കട്ട്ലറ്റ്സ് മുട്ട മിക്സിൽ മുക്കി ഇതുപോലെ ആക്കി ഓരോന്നും എടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഓരോ കട്ട്ലറ്റും ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അടിവശം ബ്രൗൺ കളർ ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കട്ട്ലറ്റുകൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. പൊട്ടാതെ സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട്. അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കാതെ ചെയ്യണേ. അതുകൂടാതെ ഇതിനോടൊപ്പം കഴിക്കാനുള്ള ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയും വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയും നമ്മൾ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. കൂടാതെ പ്ലേ ലിസ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് നോക്കിയോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.